ഇന്ന് നമ്മൾ വലിയ നോമ്പിലെ മൂന്നാമത്തെ ആഴ്ചയിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് പറയുന്നത് സൺഡേ ഓഫ് ദ വെനറേഷൻ ഓഫ് ദ ഹോളി ക്രോസ് ഓർ പാരലറ്റിക്കൽ സൺഡേ എന്നാണ് പറയുന്നത്. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം മാർക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 12 ആണ്. അതിൽ പറയുന്നത് തളർവാദ രോഗിയെ ഹീൽ ചെയ്ത മിറക്കിളാണ്. This story focuses not just about physical healing but about faith, forgiveness and authority of Jesus as the Son of God. ഇതിനകത്തെ ആദ്യത്തെ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കപ്പർനൗം ടൗണിൽ ജീസസ് ആൾക്കാരോട് പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒത്തിരി ആൾക്കാർ തടിച്ചുകൂടിയായിരുന്നു. അതിൻ്റെ റീസൺ അവർ ജീസസിൻ്റെ മിറക്കിൾസും വിസ്ഡമും വേർഡ്സും കേൾക്കാൻ വേണ്ടിയാണ് അവിടെ വന്ന് നിറഞ്ഞത്. അപ്പം നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസ് നമ്മളോട് സംസാരിക്കുന്നത് വേർഡ്സിൽ കൂടിയാണ്, വചനത്തിലൂടെയാണ് ജീസസ് നമ്മളോട് സംസാരിക്കുന്നത്. അതാണ് ഈ കാര്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ നോമ്പ് കാലത്ത് നമ്മളെപ്പോഴും അൺനെസസറി ടോക്സ് ആൻഡ് ഈവിൽ തോട്ട്സ് നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയാനാണ് ശ്രമിക്കേണ്ടത്. വൈ വി ഷുഡ് ഡു ദാറ്റ്? ബിക്കോസ് വി ഷുഡ് ഗ്രോ മോർ ക്ലോസർ ടു ഗോഡ് ഇൻ ദിസ് ലെൻറ്റ് സീസൺ. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈവിലിനെ അബ്സ്റ്റെയിൻ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ കർത്താവ് ഇത് കഴിഞ്ഞിട്ട് 4 ആൾക്കാർ സെക്കൻഡ് പാർട്ടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 4 people were bringing the paralyzed man to get healing from God. ക്രൗഡ് കാരണം അവർക്ക് ആ ഡോറിൽ കൂടെ കയറാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ തിരിച്ചു പോയില്ല. അവർ ആ കയറാൻ പറ്റാൻ സാഹചര്യം ആയതുകൊണ്ട് അവർ ആ ഡോറിൽ കൂടെ കയറാൻ പറ്റാഞ്ഞുകൊണ്ട് അവർ ആ വീടിൻ്റെ മേൽക്കൂര മാറ്റിയിട്ട് അവരവിടെ കൂടെ അവരുടെ ഫ്രണ്ടിനെ ജീസസിൻ്റെ അടുത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അത് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവരവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹീലിംഗ് കിട്ടുമെന്ന് ദൈവത്തിന് എത്തിച്ച് കഴിയുവാണെങ്കിൽ നമുക്ക് ഹീലിംഗ് കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവരവിടെ എത്തിച്ചത്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ആ 4 പേരുടെ വിശ്വാസമാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കുമോ? നമുക്ക് വിശ്വാസം ഒരു ലിവിങ് തിങ് അല്ല. അപ്പം നമുക്ക് വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ ഇവരുടെ പ്രവൃത്തി കൊണ്ടാണ് ഇവരുടെ വിശ്വാസം കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവരുടെ പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറാൻ പറ്റാത്ത സാഹചര്യമായിട്ട് പോലും അവർ ആ റാഡിക്കൽ സ്റ്റെപ്പ് എടുത്തു. എന്താണെന്ന് വെച്ചാൽ അവർ ആ റൂഫ് പൊളിച്ച് അവർ ആ ഫ്രണ്ടിനെ ഇറക്കി. ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് if they make the person in front of God and he will get the healing. അതുകൊണ്ട് മാത്രമാണ് അവരത് വിശ്വസിച്ച് അവരിത് ചെയ്തത്. അപ്പം ട്രൂ ഫെയ്ത്ത് ഡസ് നോട്ട് ക്വിറ്റ് വെൻ ഫേസ് വിത്ത് ഒബ്സ്റ്റിക്കിൾസ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 2 കൈൻഡ് ഓഫ് പീപ്പിളാണ്. ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ക്രൗഡാണ്. രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കുന്ന 4 ഫ്രണ്ട്സാണ്, അവരുടെ വിശ്വാസമുള്ള 4 ഫ്രണ്ട്സ്. അപ്പം നമുക്കിതിലൊരു എക്സാമ്പിളായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയെന്ന് വെച്ചു. അപ്പം നമ്മൾ എല്ലാ ബസ്സും അവിടെ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കും. പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ബസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇനി ഇത് നമ്മുടെ സ്റ്റോപ്പിൽ മാത്രം നിന്നാൽ മതിയെന്ന്. അപ്പം നമ്മുടെ ആഗ്രഹം ഇത് ആയതുകൊണ്ട് നമ്മൾ ആ ക്രൗഡ് ആകുവാണ്. നമ്മൾ ക്രൗഡ് ആകാതെ നമ്മൾ 4 ഫ്രണ്ട്സ് ആകണം. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് വി ഷുഡ് ട്രൈ ടു ബ്രിങ് move people towards God rather than creating an obstacle for the people. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ ജീസസ് ഇമ്മീഡിയറ്റ്ലി ആ പാരലൈസ്ഡ് മാനിനോട് കണ്ടപ്പോൾ ജീസസ് എന്താ പറഞ്ഞത്? ജീസസ് പറഞ്ഞു യുവർ സിൻസ് ആർ ഫോർഗീവൻ. ഒരു പാരലൈസ്ഡ് മാനെ നമ്മൾ കൊണ്ടുവരുമ്പം യുവർ സിൻസ് ആർ ഫോർഗീവൻ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം സ്പിരിച്വൽ ഹീലിംഗ് ആണ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് റാദർ ദാൻ ഫിസിക്കൽ ഹീലിംഗ്. അപ്പം അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ് യുവർ സിൻസ് ആർ ഫോർഗീവൻ എന്നും. അപ്പം അവിടെ ഇരുന്ന കുറേ ഫരീസസ് ആൻഡ് റിലീജിയസ് ലീഡേഴ്സ്, അപ്പം അവരുടെ മനസ്സിലൊരു തോട്ട് വന്നു, ഹൂ ഈസ് ഹീ ടു ടെൽ ദാറ്റ് സിൻസ് ആർ ഫോർഗീവൻ, ഹൂ ഹാസ് ഗിവൻ ദ അതോറിറ്റി എന്ന്. അപ്പം ദൈവത്തിന് ആ തോട്ട് മനസ്സിലായതുകൊണ്ട് ദൈവം പറഞ്ഞു സിൻസ് ആർ ഫോർഗീവൻ എന്ന് പറയുന്നതാണോ എളുപ്പം, അതോ ടേക്ക് യുവർ ബെഡ് ആൻഡ് വോക്ക്, നിന്റെ കിടക്കി എടുത്തു നടക്കാൻ പറയുന്നതാണോ എളുപ്പമെന്ന്. അപ്പം ദൈവം പാരലൈസ് മാനിനോട് പറഞ്ഞു നിന്റെ കിടക്കി എടുത്തുകൊണ്ട് നടക്കാൻ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് എക്സാമ്പിൾ കിട്ടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻസ് ആർ ഫോർഗീവൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു എവിഡൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ പാപം മോചിച്ചോ ഇല്ലയോ എന്നറിയാൻ there is no materialistic evidence. പക്ഷെ നമ്മുടെ ഈ ആൾ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഷുഡ് ബി ഗിവിങ് എ മെറ്റീരിയൽ എവിഡൻസ്. അതാണ് ദൈവം
പാരലൈസ് മാനോട് പറഞ്ഞ് നിന്റെ കിടക്കി എടുത്തു നടക്കാൻ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഫരീസസ് ആൻഡ് റിലീജിയസ് ലീഡേഴ്സിൻ്റെ മുമ്പിൽ ജീസസ് ഹാസ് ഷോൺ ദ അതോറിറ്റി. അപ്പം ജീസസ് കാണിച്ചത് ഹീ ഈസ് ദ സൺ ഓഫ് ഗോഡ്, സോ ഹീ ഹാസ് ദ അതോറിറ്റി ടു ഹീൽ ഓൾ ദ സിൻസ് ആൻഡ് ഓൾ ദ ഡിഫെക്ട്സ് ഓഫ് എ പേഴ്സൺ. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം. അപ്പം ലെൻഡ് ഇസ് എ ടൈം to reflect on our spiritual health and seek forgiveness from God. നമുക്ക് ഇൽനെസ് കാണും, ഫിനാൻഷ്യൽ ട്രബിൾസ് കാണും, ഇമോഷണൽ ട്രോമാസ് കാണും. ഇതിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ജീസസ് റിയലി വാണ്ട്സ് ടു ഹീൽ അവർ ഹാർട്ട്സ്. അതാണ് ജീസസിൻ്റെ ഫോക്കസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ വാട്ട് എവർ ബേർഡൻസസ്, നമ്മൾ എന്താണ് നമ്മുടെ ബേർഡൻ ഉള്ളത് അത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ബേർഡൻ എടുത്തു കളയുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സെക്കൻഡ് കാര്യം. പിന്നെ ഇതിനകത്ത് നമുക്ക് വേറൊരു എക്സാമ്പിളൂടെ ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റും, കുമ്പസാരം. ഈ കുമ്പസാരത്തിൻ്റെ സമയത്ത് നമ്മൾ കർത്താവിൻ്റെ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പം അത് എന്നാണ് ഡിപ്പെക്റ്റ് ആകുന്നത്? അത് അച്ഛൻ പറയും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന്. അപ്പം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുമ്പം നമുക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന്. അതെന്തുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? ബിക്കോസ് കർത്താവ് when he was there on earth, he used to heal people and forgive their sins. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ റീസൺ we can believe that our sins are forgiven when we do the കുമ്പസാരം. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ജീസസ് ആ രോഗിയോട് പറഞ്ഞു നിന്റെ കിടക്കി എടുത്തു നടക്കാൻ പറഞ്ഞു. അപ്പം ആ രോഗി എന്താ ചെയ്തത്? ഹി ഒബേഡ് ജീസസ്. അവൾക്ക് ഒരു വിശ്വാസക്കുറവില്ലായിരുന്നു, ഇയാൾക്കൊരു വിശ്വാസക്കുറവില്ലായിരുന്നു, എനിക്ക് നടക്കാൻ പറ്റുമോ എന്നൊരു വിശ്വാസക്കുറവ് ആ മനുഷ്യനില്ലായിരുന്നു അവിടെ. അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലാക്കേണ്ടത്. നമ്മുടെ ഡൗട്ട്സ്, ഹെസിറ്റേഷൻ കർത്താവിനെ വിശ്വസിക്കാൻ കാണിക്കാതിരിക്കരുത്. നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കുമെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. പിന്നെ 3 things ഈ സ്റ്റോറിയിൽ നമുക്ക് റിമൈൻഡ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് ഇസ് ടു ഹാവ് അൺവേവറിങ് ഫെയ്ത്ത് ഇൻ ഗോഡ് ലൈക്ക് ദ ഫ്രണ്ട്സ് ഓഫ് ദ പാരലൈസ് മാൻ. ആ 4 ഫ്രണ്ട്സിന്, പാരലൈസ് മാൻ്റെ 4 ഫ്രണ്ട്സിന് ഫെയ്ത്ത് ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർക്ക് ഒബ്സ്റ്റക്കിൾ വന്നിട്ടും അവർക്ക് അത് അവിടെ എത്തിക്കാൻ പറ്റിയ, ആ മനുഷ്യനെ എത്തിക്കാൻ പറ്റിയോണ്ടാണ് അവർക്ക് അയാളെ ഹീൽ ചെയ്യാൻ പറ്റിയത്. അപ്പം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത് ടു സീക്ക് ജീസസ് ഫോർ സ്പിരിച്വൽ ഹീലിംഗ്, നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ്, ബിക്കോസ് ഹീ ഹാസ് ദ പവർ ടു ഹീൽ ആൻഡ് ഫോർഗിവ് എന്നാണ് നമുക്കിവിടെ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളെപ്പോഴും സ്പിരിച്വൽ ഹീലിങ്ങിനെ ആയിരിക്കണം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് റാദർ ദാൻ ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ടു ട്രസ്റ്റ് ഇൻ ജീസസ് പവർ ആൻഡ് റെസ്പോണ്ട് ടു ഹിസ് കോൾസ് വിത്തൗട്ട് ഹെസിറ്റേഷൻ. ഇപ്പം നമ്മൾ എപ്പോഴും ആ പാരലൈസ് മാൻ്റെ വിശ്വാസമായിരിക്കണം നമ്മുടെ കയ്യിലും ആകേണ്ടത്. എപ്പോഴും നമ്മൾ ജീസസിനോട് ട്രസ്റ്റ് ചെയ്യണം. ജീസസ് പറയുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ച്, നമ്മുടെ കർത്താവിനെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് കർത്താവിൻ്റെ വിളിയെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്കിതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. പിന്നെ കർത്താവ് തളർവാദ രോഗിയോട് പറഞ്ഞു എണീക്കുവിൻ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പാപങ്ങളെയും ഭാരങ്ങളെയും ഭയവും സംശയത്തിൽ നിന്നും നമ്മൾ റൈസ് ചെയ്യാനാണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ ശ്രമിക്കേണ്ടത്. He is ready to heal and restore us. The only thing is we have to come to him with faith എന്നാണ് നമുക്കിതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ റീസ്റ്റോറേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ സാധിച്ച് വരാൻ പറ്റുന്ന സമയമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഈ അവസരം തന്നതിന് അച്ഛനോട് എൻ്റെ നന്ദി അറിയിക്കുന്നു.